ഫോർട്ട് കൊച്ചിയിലെ വെളിയിൽ സ്കൂളിന് മുന്നിൽ അപകട സാധ്യത ഉയർത്തി 3 മരങ്ങൾ. മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിട്ടും നടപടി വേഗത്തിലായിട്ടില്ല. മരക്കൊമ്പുകൾ ഉടനെ വെട്ടിമാറ്റിയില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. ഫോർട്ട് കൊച്ചിയിലെ വെളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടെ സ്കൂളിന് തൊട്ട് മുൻപിൽ നമുക്ക് 3 മരങ്ങൾ കാണാം. വലിയ മരങ്ങളാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങൾ. ഈ മരങ്ങൾ മുറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അതിൻ്റെ ചില്ലകൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ആകെ പ്രയാസത്തിലാകുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം. ഇതാ കുട്ടികൾ ഈ ഗേറ്റ് കടന്ന് വന്ന് സൈക്കിൾ ഇവിടെ വെച്ച് അകത്തേക്ക് ക്ലാസ്സിന് പോവുകയാണ് പതിവ്. ഇങ്ങനെ രാവിലെ കുട്ടികൾ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ വൈകിട്ട് സ്കൂൾ വിട്ട സമയത്തോ ഒക്കെയാണ് മരം പൊട്ടി വീഴുന്നത് എങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഒരുപക്ഷെ സംഭവിക്കുക. പല സ്ഥലത്തും പൊട്ടി വീഴുന്ന മരങ്ങളുണ്ടല്ലോ, സമാനമായ മരങ്ങളാണ് ഇതും. നമസ്കാരം ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് പോൾ മാർട്ടിൻ. ഇവിടെ തന്നെയാണോ? എൻ്റെ വീട് ഈ കാണുന്ന നേരെ കാണുന്ന ആണല്ലേ. ഈ മരങ്ങള് വലിയ പ്രശ്നം. മരങ്ങള് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ കുഴപ്പമില്ല, നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഇത്തിക്കണ്ണി പിടിച്ചേക്കുന്ന സാധനം കണ്ട ആ മരങ്ങളൊക്കെ ഉറഞ്ഞിരിക്കണേ ശരിക്കും. ഈ പച്ച അത് കാണാൻ നമുക്ക് മനസ്സിലാവുന്നില്ല, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ഉള്ളില് ഉറഞ്ഞിരിക്കണേണത്. അപ്പൊ പെട്ടെന്നൊരു കാറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നിലത്തേക്ക് വന്നാൽ വീണ. ഞാനൊരു ദിവസം വണ്ടി എടുത്തിൻ്റെ കൂടി പോയിക്കൊണ്ട് സ്കൂട്ടറിന് പോണേ, അപ്പൊ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ എൻ്റെ തലയിലാണ് പേടിച്ചു പോയി ഞാൻ. എന്തോ എൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഇത്തിരി കൂടി കയറിയെങ്കിൽ അത് തലയിലാണ് എൻ്റെ വന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ? കുട്ടികളുള്ള കാരണം പിള്ളേർക്ക് വല്ല അറിയാമോ? വല്ല കാറ്റ് ഇതൊക്കെ വന്നോ അതുങ്ങളെ മേത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവര് സ്കൂളുകാരാണ് അതിൻ്റെ ചെയ്യേണ്ടത്. ചേട്ടാ പേരെന്താ? എൻ്റെ ചാർലിന്ന്. പിന്നെ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വലിയ മരങ്ങളെ കൊമ്പിറക്കുന്നെങ്കിൽ പൊതുമരാമത്തിൻ്റെ ചുമതല ഉണ്ട് ഇതിനകത്ത്. കാരണം റോഡ് പൊതുമരാമത്തിൻ്റെ കീഴായതുകൊണ്ട് കോർപ്പറേഷന് അതിൻ്റെ എടുക്കാനുള്ള ഒരു ഇത് കുറവാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ പൊതുമരാമത്താണ് ഇത് ചെയ്യേണ്ടത്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ കാണുന്ന മരങ്ങളാണ്. ഈ കൊച്ചിയെ സംബന്ധിച്ച് പച്ചയെ സംബന്ധിച്ച് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ മരം ഇത് ഒരാളും ഇതാക്കിയിട്ടില്ല, നമ്മൾ അപകടം ഉണ്ടാക്കിയിട്ടില്ല. കൊമ്പ് പൊടിഞ്ഞ് വീഴാറുണ്ട്, പക്ഷെ ആരുടെയും ശരീരത്തിൽ വീണ് അപകടം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ സ്കൂളിലെ അധ്യാപകരായിട്ട് സംസാരിച്ചിരുന്നു. സ്കൂള് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ഇവരൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പോലീസും മറ്റാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ ഉയർന്ന ഒരു ആവശ്യം ഈ മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടി സുരക്ഷിതമാക്കണം എന്നുള്ളതാണ്. എന്തായാലും ആ ആവശ്യം പോലീസ് തന്നെ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ ഇത് മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ്. എന്തായാലും അധികം വൈകിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. വളരെ വൈകാതെ തന്നെ ഇതൊക്കെ വെട്ടിമാറ്റാൻ അധികാരപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ബിനു പാവമ്പയ്ക്കൊപ്പം ഫോർട്ട് കൊച്ചി വെളിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.